അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ. മരണസംഖ്യയും രക്ഷാപ്രവർത്തനവും. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 265 ഉയർന്നതായി റിപ്പോർട്ട്. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 230 യാത്രക്കാർ, 12 ജീവനക്കാർ, ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും. മരണപ്പെട്ടവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. 215 പേരുടെ ബന്ധുക്കൾ ഇതിനകം DNA സാമ്പിളുകൾ നൽകി. ഈ പ്രക്രിയയ്ക്ക് ഏകദേശം 72 മണിക്കൂറെടുത്തേക്കും. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുവരുന്നു. സ്ഥലത്ത് നിരവധി അഗ്നിശമനസേനാ യൂണിറ്റുകളും മറ്റ് ദുരന്തനിവാരണ സേനകളും പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അപകടകാരണം കണ്ടെത്താൻ നിർണായകമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB എന്നിവയുടെ സംഘങ്ങൾ അപകടസ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിൽ പക്ഷി ഇടിച്ചതോ അമിതഭാരമോ അപകടത്തിന് കാരണമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടുപിന്നാലെ MU-200 സീഡേ കോൾ ലഭിച്ചിരുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ജീവന് ഭീഷണിയുണ്ടെന്ന് പൈലറ്റ് നൽകുന്ന അടിയന്തര സന്ദേശമാണ്. 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാകുന്നത് അസംഭവ്യമാണെന്നും അട്ടിമറി സാധ്യത ഇല്ലെന്നും പ്രാഥമിക വിലയിരുത്തലിൽ DGCA പറയുന്നു. വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അമേരിക്കൻ, ബ്രിട്ടീഷ് അന്വേഷണ സംഘങ്ങളും ഇന്ത്യൻ അന്വേഷണത്തിന് പിന്തുണ നൽകുന്നുണ്ട്. അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നു. അന്തിമ റിപ്പോർട്ട് അടുത്ത 1 വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങും. പ്രതികരണങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ദുരന്തസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ടാറ്റ ഗ്രൂപ്പ്, എയർ ഇന്ത്യയുടെ ഉടമകൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇപ്പോൾ ഭാഗികമായി പുനരാരംഭിച്ചു. ഇന്ത്യൻ റെയിൽവേ കുടുങ്ങിയ യാത്രക്കാരെ കൊണ്ടുപോകാൻ വന്ദേ ഭാരത് ട്രെയിനുകൾ ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നു. വിമാനത്തെക്കുറിച്ച്. അപകടത്തിൽപ്പെട്ടത് എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 മുതൽ 8 വരെ, ഡ്രീംലൈനർ